മലയും മേഘവും ചുംബിക്കുന്നിടത്ത് മരതക ശോഭയുള്ള നക്ഷത്രമായി ക്രിസ്തു നിന്നു. കൂട്ടിനായി മോശയും ഏലിയായും, സാക്ഷികളായി പത്രോസും യാക്കോബും യോഹന്നാനും. ഒരു വെളിപാടിലെന്നവണ്ണം പത്രോസ് പറഞ്ഞു, നമുക്ക് 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും എന്ന വചനം ഉദ്ധരിച്ച് നെറ്റിയിൽ ഭസ്മം പൂശി നാം ആരംഭിച്ച നോമ്പുകാലത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ച ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്ന തിയോഫനിയുടെ ദിവസമായി നാം കാണുന്നു. ഒരു നോമ്പുകാല ധ്യാനത്തിൽ ഒരമ്മച്ചിയോട് ചോദിച്ചു, കഴിഞ്ഞ നോമ്പിൻ്റെ ലാഭം എന്താണ്? അമ്മച്ചി ഇങ്ങനെ പകച്ചു നിൽക്കുന്നു. എന്താണെന്ന് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഞാൻ ചോദിച്ചു, അമ്മച്ചി മാറ്റിവെച്ച വസ്തുക്കളുടെ മൊത്തം തുക എത്രയാണ്? അതാർക്കാണ് ഗുണപ്പെട്ടത്? അങ്ങനെയൊന്നും മാറ്റിവെച്ചില്ല. മാറ്റിവെച്ചത് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. കണ്ടോ, നാം മാറ്റിവെക്കുന്നത് മറ്റൊരാൾക്ക് ഉപകരിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് നോമ്പ്? ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത് യേശു 2 പേരോടൊപ്പം മേഘത്തിൽ തേജസ്സോടെ നിൽക്കുന്ന രംഗമാണ്. ആ 2 പേർ മോശയും ഏലിയായും. ഇവർക്ക് 3 പേർക്കും പൊതുവായി ചില കാര്യങ്ങളുണ്ട്. ആ പൊതുവായ കാര്യങ്ങൾ, ഒന്ന് മലയാണ്. മോശയ്ക്ക് സീനായി മല, അതിലേക്ക് നടന്നു പോകുന്ന മോശയ്ക്ക് ലഭിക്കുന്നത് നിയമങ്ങൾ. 2ാമത്തത് ഹോരബ് മലയിൽ ഏലിയ ദൈവത്തോട് ഗാഢമായ ഐക്യത്തിൽ പ്രാർത്ഥനയിൽ ഒന്നായി ചേരുന്നു. അവനു വേണ്ടി അതിജാഗ്രതയോടും തീവ്രതയോടും തീഷ്ണതയോടും ദൈവവചനം പറയാൻ എരിയുന്ന മനസ്സുമായി നിൽക്കുന്നവൻ. ഹോരബ് മല അതാണ്. യേശുവിനാകട്ടെ താബോർ മല. അവിടെ അവൻ രൂപാന്തരീകരണം നടത്തി തന്നെ വെണ്മയുള്ള മുഖഭാവവുമായി ദൈവമഹത്വത്തിൻ്റെ മുന്നാസ്വാദനം അവർക്ക് കൊടുക്കുന്നു, ശിഷ്യന്മാർക്ക്. അതവിടെ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് അവിടെ നിന്ന് അവൻ ഇറങ്ങി വരുന്നത് താഴ്വാരങ്ങളിലൂടെ നടന്ന് പിന്നെ കാൽവരി മലമുകളിലേക്ക് അവൻ കടന്നു പോകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ആ ഓർമ്മപ്പെടുത്തൽ അവിടെ സഹനത്തോടുകൂടി അവസാനിക്കാനുള്ളതല്ലെന്നും ആ സഹനത്തിൻ്റെ അപ്പുറത്ത് ഉദ്ധാനത്തിൻ്റെ മഹിമ നിങ്ങൾ ദർശിക്കുമെന്നുള്ള മുന്നാസ്വാദനം ഇവർക്ക് കൊടുക്കുന്നു. മല അങ്ങനെയാണെങ്കിൽ മേഘം. മോശ സീനായ് മലമുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ മുഖം പാതി കണ്ടപ്പോൾ അവൻ്റെ മുഖം ജ്വലിച്ചു, ശോഭിച്ചു. മേഘം അവനെ മൂടി. അവൻ താഴേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ മുഖം ദർശിച്ച തേജസ് മറ്റുള്ളവർ താങ്ങാനാവാത്തത് കൊണ്ട് അവൻ മുഖാവരണമിട്ടുകൊണ്ടാണ് പിന്നെ നടന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം. ഏലിയയാകട്ടെ, അവൻ തൻ്റെ ജീവിതത്തിൽ മലമുകളിലേക്ക് നടന്നു ചെന്ന് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അവൻ്റെ അരികിലായി കൈപ്പത്തിയുടെ രൂപത്തിലുള്ള ഒരു മേഘം, ദൈവത്തിൻ്റെ അനന്തമായ സാന്നിധ്യം ചെറുതായി അവൻ്റെ അരികിലായി എത്തുന്നു. അവൻ്റെ അടയാളമായി, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി കൈപ്പത്തിയുടെ രൂപത്തിലുള്ള ഒരു മേഘം എന്ന് രാജാക്കന്മാരുടെ പുസ്തകം. ഇവിടെയാകട്ടെ അവർ 2 പേരും സാക്ഷി നിൽക്കെ നിയമവും പ്രവചനവും പൂർത്തീകരിക്കുന്ന ക്രിസ്തു, രക്ഷകനായ ക്രിസ്തു രക്ഷാകര കർമ്മത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ഈ മലമുകളിൽ, താബോർ മലമുകളിൽ മറ്റാർക്കും നടത്താൻ കഴിയാത്ത വിധമുള്ള വെണ്മയുള്ള മുഖഭാവവുമായി തേജസ്സിൻ്റെ മുഖത്തോടെ നിൽക്കുന്നു. ഈ 3 മലകൾ, 3 മലകളിലും മേഘത്തിൻ്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. അവർ തമ്മിൽ ചുംബിക്കുമ്പോൾ ക്രിസ്തു എന്ന രക്ഷകൻ മരതക ശോഭയോടെ നിൽക്കുന്നു. ഇവൻ അരികിലേക്ക് എത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ മലമുകളിലേക്കുള്ള യാത്രയിൽ പത്രോസ് വെളിപാടിലെന്നവണ്ണം പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. നമുക്ക് 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. 1ാമത്തെ കൂടാരം പ്രാർത്ഥനയുടെ കൂടാരമാണ്. ഇവർ 3 പേരും പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു. ഒരു മനുഷ്യൻ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കണ്ടു നിന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അപ്പൂപ്പൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഒരു വാക്കുപോലും പറയുന്നില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ കാണുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എൻ്റെ ദൈവത്തെ കാണാനായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മലമുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മേഘരൂപമായി നമ്മുടെ അരികിലേക്ക് എത്തുന്നു. നാം അതിൽ ലയിക്കുന്നു.
ഇതാണ് പ്രാർത്ഥനയുടെ ഔന്നത്യം. ഈ ഔന്നത്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ക്ഷണമാണ് താബോർ മല നമുക്ക് തരുന്നത്. അപ്പോഴാണ് നമ്മുടെ മുഖം ശോഭിതമാകുന്നത്. രണ്ടാമത്തെ കൂടാരം അത് ഉപവാസത്തിൻ്റെ കൂടാരമാണ്. ഉപവാസം പല രീതിയിൽ നാം എടുക്കാറുണ്ടല്ലോ, പലതും ഉപേക്ഷിക്കാറുമുണ്ട്. ഉന്നതങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ വേണ്ടാത്തത് ത്യജിക്കുന്നതാണ് ഉപവാസം എന്നുകൂടി ഒരു വ്യാഖ്യാനം നല്ലതാണ്. ഒരു കഴുകൻ നിരന്തരം തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് കാക്കയോട് ഒരക്ഷരം പോലും ഉരിയാടാതെ മെല്ലെ പറക്കാൻ തുടങ്ങി. അവൻ്റെ കൊത്തുകളൊക്കെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മുകളിലേക്ക് പറന്ന് ചെന്നപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ കാക്കയ്ക്ക് ആ വായു ലഭിക്കാത്ത ഇടമെത്തും. കാരണം ഓക്സിജൻ ലഭിക്കാതെ അത് താഴേക്ക് പോകും. ചില മനുഷ്യർ നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുമ്പോഴും ചില സങ്കടങ്ങൾ, ചില ദുശീലങ്ങൾ ഒക്കെ നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുകുമ്പോൾ ഈ കഴുകനെ പോലെ ഒരല്പം മുകളിലേക്ക് പറക്കാനായി ശ്രമിക്കുന്ന ശ്രമത്തെയാണ് ഉപവാസം എന്ന് പറയുന്നത്. വേണ്ടാത്തതൊക്കെ അപ്പോൾ കൊഴിഞ്ഞു വീഴും. ചില വാക്കുകൾ, ചില നമ്മുടെ ഉള്ളിലുള്ള ചില വേണ്ടാത്ത ചിന്തകൾ, ചില കാര്യങ്ങൾ, ദുശീലങ്ങൾ, പാപത്തിലേക്കുള്ള ചായ്ച്ചിലുകൾ, ഇതൊക്കെ നമ്മളെ കൊഴിച്ചു കളയാനായി, നമ്മൾ ഉന്നതങ്ങളിലേക്ക് പറക്കാനായി, ദൈവ സാന്നിധ്യത്തിലേക്ക്, അവൻ്റെ അരികിലായി. ഉപവാസം എന്നാൽ ദൈവത്തിൻ്റെ അരികിൽ ഇരിക്കുക എന്നാണല്ലോ. അവൻ്റെ അരികിലേക്ക്, മലമുകളിലേക്ക് നാം പറന്നെടുക്കാൻ വേണ്ടാത്തതൊക്കെ ത്യജിക്കാം. നമ്മുടെ വാക്കുകളെ കുറച്ചുകൂടി ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതില്ലേ? ഉള്ളിലുള്ള വൈരാഗ്യത്തെ, പകയെ, ദേഷ്യത്തെ, നിരാശയെ ഒക്കെയും കുടഞ്ഞു കളയേണ്ടതില്ലേ? ഇതൊക്കെ മാറ്റിവെക്കുന്നതാണ് നേരായ ഉപവാസം. അങ്ങനെയാണ് നമ്മൾ തമ്പുരാൻ്റെ അരികിൽ ഇരിക്കുന്നത്. അവർ ഇരുന്നതുപോലെ ഏലിയയൊക്കെ തമ്പുരാൻ്റെ അരികിൽ ഇരുന്ന് മുഖശോഭിതമായെന്ന് നാം കണ്ടതാണല്ലോ. മൂന്നാമത്തെ കൂടാരം ദാനധർമ്മത്തിൻ്റെ കൂടാരമാണ്. ഞാൻ ആദ്യ കഥയിൽ പറഞ്ഞതുപോലെ എന്തൊക്കെയാണോ മാറ്റിവെക്കുന്നത് അതിൻ്റെ ഒരു എണ്ണം, അതിൻ്റെ ഒരു കണക്ക് നമ്മൾ സൂക്ഷിക്കേണ്ടതില്ലേ? മാറ്റിവെക്കുന്ന നമ്മുടെ അപ്പക്കഷ്ണങ്ങൾ, ഇറച്ചി കഷ്ണങ്ങൾ മറ്റൊരുവൻ്റെ അത്താഴമേശയിൽ അപ്പമായി, മറ്റൊരുവൻ്റെ ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ ഔദാര്യമായി മാറുന്നില്ല എങ്കിൽ ഈ മാറ്റിവെക്കലുകൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഒന്നുമില്ല. ഇതൊക്കെ ഒരു ഡയറ്റിൻ്റെ ഭാഗമായി നമ്മൾ കരുതിയേക്കാം. നീ മാറ്റിവെക്കുന്നതൊക്കെ മറ്റൊരുവൻ്റെ അത്താഴമേശയിൽ അപ്പമായി രൂപാന്തരപ്പെടുമ്പോൾ, കാരുണ്യമായി മാറുമ്പോൾ, മറ്റൊരുവൻ അക്ഷരമായി മാറുമ്പോൾ, മറ്റൊരുവന് അത് ഉപകാരപ്പെടുമ്പോൾ നിന്റെ ദാനധർമ്മം പൂർണ്ണമാകുന്നു. ബൈബിളിൽ 2 കടലുകളെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഒന്ന് ഗലീലി കടലാണ്. ജോർദാൻ നദി എത്തിച്ചേരുന്ന ഇടമാണ് ഗലീലി കടൽ. അതിൽ മത്സ്യങ്ങളുണ്ട്, അതിൽ മറ്റു ജീവികളുണ്ട്, സസ്യങ്ങളുണ്ട്. അത് നല്ല ജീവസുറ്റ സമുദ്രമായി നിൽക്കുന്നു. വീണ്ടും ഈ ജോർദാൻ നദി ഒഴുകി വീണ്ടും എത്തുന്നത് ചാവുകടലിലേക്കാണ്. ചാവുകടലിൽ ഒരു ജീവിയുമില്ല. കാരണം ജീവനില്ലാത്ത അവസ്ഥ. കാരണം ചാവുകടലിലേക്ക് എത്തിയ ജലത്തെ മുഴുവൻ അതിങ്ങനെ സംഭരിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ടും ഒഴുകാനായി ഒരിടവുമില്ല, ഒരിടത്തേക്കും ഒന്നും കൊടുക്കാനുമില്ല. That sea died just because it kept everything that it received. അതിന് ലഭിച്ചതെല്ലാം അതിങ്ങനെ സൂക്ഷിച്ച് പൊതിഞ്ഞു വെച്ചതുകൊണ്ടാണ്. നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ? എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം എനിക്ക് വന്നോട്ടെ, എനിക്ക് മാത്രം. മറ്റൊരാൾക്കും ഒന്നും കൊടുക്കാതെ നമ്മൾ എത്ര നാൾ ജീവിക്കും? മറ്റൊരാൾക്ക് കൊടുക്കാനായി കഴിയുമ്പോൾ ജീവൻ്റെ അംശങ്ങൾ ഗലീലി കടലിൽ ഉണ്ടായതുപോലെ ഉണ്ടാകും. പറഞ്ഞു വന്നത് വളരെ ലളിതമാണ്. 3 കൂടാരങ്ങളുണ്ട്. 1 പ്രാർത്ഥനയുടെ, 2 ഉപവാസത്തിൻ്റെത്, 3 ദാനധർമ്മത്തിൻ്റെത്. ഇത് 3 കൂടിയാൽ കർത്താവിൻ്റെ പക്കലേക്ക് നടന്നെടുക്കുന്ന ആ മലമുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ആ മലമുകളിലേക്കുള്ള യാത്ര അബ്രഹാത്തിൻ്റെ യാത്ര പോലെ വേദനാജനകമാണ്. ഏറ്റവും പ്രിയതരമായ പലതും മാറ്റിവെക്കണം. അവൻ ഏറ്റവും പ്രിയതരമായതായിരുന്നു അവൻ്റെ പുത്രൻ ഇസഹാക്ക്. അവനെ കൊല്ലാനായി, ബലി കൊടുക്കാനായി അവൻ്റെ യാത്ര. പക്ഷേ അവൻ തിരികെ വരുന്നതോ തേജസ്സുള്ള മുഖവുമായി, രക്ഷിക്കപ്പെട്ട തൻ്റെ പുത്രൻ്റെ കരം പിടിച്ച് താൻ അർപ്പിക്കേണ്ട ബലി അർപ്പിക്കുവാനായി ദൈവം അവനെ അനുവദിച്ചു. ദൈവം വേണ്ടതെല്ലാം തന്നു എന്നർത്ഥമുള്ള ആ മലയിൽ നിന്ന് അവൻ ഇറങ്ങി വരുന്നു. ഈ നോമ്പ് കഴിയുമ്പോൾ ഈ മലമുകളിൽ മേഘത്തിൻ്റെ ചുംബനമുള്ള ഒരിടത്ത് മുഖം പ്രകാശിക്കുന്ന ഒരിടമായി നാം മാറേണ്ടേ? നമുക്കൊന്ന് കണ്ണടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ നോമ്പുകാലത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ച
ഞങ്ങൾ ധ്യാനിച്ച വിഷയങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ പുതിയ പ്രകാശം കൊണ്ടുവരുത്തണമേ. 3 കൂടാരങ്ങൾ ഞങ്ങൾ നിർമ്മിക്കാം. 1 പ്രാർത്ഥനയുടെ, 2 ഉപവാസത്തിൻ്റെ, 3 ദാനധർമ്മത്തിൻ്റെ. ഈ 3 കൂടാരങ്ങളിൽ നിന്ന് നിൻ്റെ പക്കലേക്കുള്ള മലമുകളിലേക്കുള്ള യാത്രയിൽ വേണ്ടാത്തതിനെ കുടഞ്ഞു കളയുവാനുള്ള കൃപ നീ തരണമേ. പ്രാർത്ഥനാനുഭവത്തിൽ മേഘം ഞങ്ങളെ തൊടുന്നതുപോലെ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നീ ഇടവരുത്തണമേ. വേണ്ടാത്തതിനെ കുടഞ്ഞു കളയുക മാത്രമല്ല, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് മാറ്റിവെക്കുന്നതിൻ്റെ കണക്ക് പുസ്തകത്തിൽ മാറ്റിവെക്കുന്നതൊക്കെ മറ്റൊരാളുടെ താഴമേശയിൽ വിരുന്നായി രൂപാന്തരപ്പെടുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഈ രൂപാന്തരീകരണം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തേജസ്സുള്ള അനുഭവമാക്കി മാറ്റണമേ. മലയും മേഘവും ചുംബിക്കുന്നിടത്ത് മരതക ശോഭയുള്ള നക്ഷത്രമായി ക്രിസ്തു നിന്നു. കൂട്ടിനായി മോശയും ഏലിയായും സാക്ഷികളായി പത്രോസും യാക്കോബും യോഹന്നാനും. ഒരു വെളിപാടിൽ അവൻ പറഞ്ഞത്രേ, നമുക്ക് 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ദൈവമേ നന്ദി. വചനജായ 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 വചനജായ